നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ AAIയിൽ 389 ഒഴിവുകൾ. മാനേജർ, ജൂനിയർ എക്സിക്യൂട്ടീവ് നിയമനം. ഓഗസ്റ്റ് 8 മുതൽ അപേക്ഷ സമർപ്പിക്കാം. യോഗ്യത, പ്രായപരിധി, ഫീസ് എന്നിവ വിശദമായി. വിമാനത്താവള മേഖലയിലെ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരം. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ AAI വിവിധ മാനേജർ, ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലായി 389 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ അപേക്ഷ 2026 ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 7 ആണ്. തസ്തികകൾ, പ്രായപരിധി, തെരഞ്ഞെടുപ്പ് രീതി, അപേക്ഷാ ഫീസ് എന്നിവ അറിയാം. ഒഴിവുകളുടെ എണ്ണം ആകെ 389 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപേക്ഷിക്കേണ്ട തീയതികൾ: അപേക്ഷ ആരംഭിക്കുന്നത് 2026 ഓഗസ്റ്റ് 8. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2026 സെപ്റ്റംബർ 7. വിദ്യാഭ്യാസ യോഗ്യത: ഓരോ തസ്തികയ്ക്കുമുള്ള വിദ്യാഭ്യാസ യോഗ്യത വ്യത്യസ്തമാണ്. വിശദമായ യോഗ്യതാ വിവരങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പരിശോധിക്കാവുന്നതാണ്. പ്രായപരിധി: മാനേജർ തസ്തിക 2026 സെപ്റ്റംബർ 7 32 വയസ്സിൽ താഴെ. ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തിക 2026 സെപ്റ്റംബർ 7 27 വയസ്സിൽ താഴെ. സർക്കാർ ചട്ടങ്ങൾ പ്രകാരം സംവരണ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. തെരഞ്ഞെടുപ്പ് രീതി: എല്ലാ തസ്തികകൾക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT ഉണ്ടായിരിക്കും. പ്രധാന പ്രത്യേകത: തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. CBT വിജയിക്കുന്നവരെ തുടർന്ന് രേഖാ പരിശോധനയും ബന്ധപ്പെട്ട തസ്തികകൾക്ക് ആവശ്യമായ മറ്റു പരീക്ഷകളും നടത്തുന്നതാണ്. മാനേജർ ഫയർ സർവീസസ് തസ്തികയ്ക്ക് രേഖാ പരിശോധനയ്ക്ക് ശേഷം താഴെ പറയുന്ന പരീക്ഷകളും ഉണ്ടായിരിക്കും: ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ്, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, ഓട്ടം, സാൻഡ് ബാഗ് ചുമക്കൽ, പോൾ ക്ലൈംബിംഗ്, റോപ്പ് ക്ലൈംബിംഗ്, ഫുൾ ലാഡർ ക്ലൈംബിംഗ് ആൻഡ് ഡിസൈനിങ്. ഈ പരീക്ഷകളിൽ വിജയിക്കുന്നവർക്കാണ് അഭിമുഖത്തിന് അവസരം ലഭിക്കുക. അപേക്ഷാ ഫീസ്: പൊതുവിഭാഗം 1000 രൂപ, SC ST PWBD വനിതകൾ കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 1 വർഷത്തെ അപ്രന്റീസ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ഫീസ് ഇല്ല. ഓൺലൈൻ മാർഗം വഴി മാത്രമേ ഫീസ് അടയ്ക്കുവാൻ കഴിയൂ. CBT പരീക്ഷ: കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ തീയതി പിന്നീട് AAI ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്കും വിശദമായ വിജ്ഞാപനത്തിനുമായി AAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ കേന്ദ്ര സർക്കാർ റിക്രൂട്ട്മെന്റിൽ താൽപ്പര്യമുള്ളവർ അപേക്ഷ ആരംഭിക്കുന്ന തീയതി മുതൽ സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്: https://sites/files/default/files/exam-board_advertisement/detailed %2012 to 2026-chq.pdf. കൂടുതൽ വിവരങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.